അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ 147, അതായത് പേജ് നമ്പർ 147, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങളുടെ വർഗീകരണം എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, Kingdom Plantae can be divided into different groups based on the similarities and differences found in their structure, vascular system and seed formation. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എന്താണ്? കിങ്ഡം പ്ലാന്റയെ ഹൗ ക്യാൻ വി ഡിവൈഡ്, അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് വി ക്യാൻ ഡിവൈഡ് ദ കിങ്ഡം പ്ലാന്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം അവയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ശരീരഘടന. അപ്പോൾ ഒന്നാമതായിട്ട് കിങ്ഡം പ്ലാന്റയെ വിഭജിക്കുന്നത് അതിൻ്റെ ശരീരഘടന അനുസരിച്ചാണ്. രണ്ടാമതായിട്ട് എന്താണ്? വാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ സംവഹന വ്യവസ്ഥ അനുസരിച്ചാണ്. മൂന്നാമതായിട്ട് സീഡ് ഫോർമേഷൻ അല്ലെങ്കിൽ വിത്തുകളുടെ രൂപീകരണം അല്ലെങ്കിൽ വിത്തുകൾ ഉണ്ടാകുന്ന രീതി, വിത്തുകൾ ഉണ്ടായി വരുന്ന രീതി, ഈ രീതികൾ മൂന്നും അനുസരിച്ചാണ് കിങ്ഡം പ്ലാന്റയെ നമ്മൾ വിഭജിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും മനസ്സിലായിരുന്നു. ഹൗ ക്യാൻ വി ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് വി ക്യാൻ ഡിവൈഡ് കിങ്ഡം പ്ലാന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഡിവൈഡ് കിങ്ഡം പ്ലാന്റ് ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ, വാസ്കുലർ സിസ്റ്റം ആൻഡ് സീഡ് ഫോർമേഷൻ എന്നുള്ളതാണ്. അതായത് അവയുടെ ഘടന, അതുപോലെ വാസ്കുലർ സംവഹന വ്യവസ്ഥ, അതുപോലെ തന്നെ വിത്തുകളുടെ രൂപീകരണം, ഇവയനുസരിച്ച്. ഓക്കെ, ഇനി 208ാമത്തെ ചോദ്യം. The vascular system in animal is made up of vessels that carry blood and lymph fluid through the body. അതായത് എന്താണ് അനിമൽസ്, അതായത് മൃഗങ്ങളിൽ വാസ്കുലർ സിസ്റ്റം എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? അതായത് വാസ്കുലർ സിസ്റ്റം മൃഗങ്ങളിലുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? അവയുടെ ശരീരത്തിലാകമാനം ബ്ലഡും അതുപോലെ തന്നെ ലിംഫ് ഫ്ലൂയിഡും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് വാസ്കുലർ സിസ്റ്റം തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി 209ാമത്തെ ചോദ്യം. The vascular system in plant is a network of tissues that transports water, nutrients and other materials throughout the plant. അതായത് നമ്മൾ മനസ്സിലാക്കുക, വാസ്കുലർ സിസ്റ്റം എവിടെയാണ്? പ്ലാന്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വൃക്ഷങ്ങളിൽ അല്ലെങ്കിൽ ചെടികളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇൻ പ്ലാന്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ടിഷ്യൂസ്. അത് ഒരു നെറ്റ്വർക്ക് ഓഫ് ടിഷ്യൂസ് ആണ്, അതായത് ടിഷ്യൂക്കളുടെ ഒരു കൂട്ടമാണ്. ദാറ്റ് ട്രാൻസ്പോർട്ട്സ്, അത് എന്ത് ചെയ്യുന്നു? കയറ്റി അയക്കുന്നു. എന്ത്? വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് അതർ മിനറൽസ് ത്രൂ ദ പ്ലാന്റ് ബോഡി. അതായത് അത് പ്ലാന്റ് ശരീരത്തിലൂടെ കയറ്റി അയക്കുന്നു. അപ്പോൾ വാസ്കുലർ സിസ്റ്റം മനുഷ്യരിൽ എന്ന് പറഞ്ഞാൽ ബ്ലഡും ലിംഫും കയറ്റി അയക്കുന്നു. അതുപോലെ തന്നെ പ്ലാന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടറും ന്യൂട്രിയൻസും ബാക്കിയുള്ള മിനറൽസും കയറ്റി അയക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. അത്രയും മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി 210ാമത്തെ ചോദ്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് വാട്ട് ഈസ് അതർ നെയിം ഓഫ് വാസ്കുലർ സിസ്റ്റം? വാസ്കുലർ സിസ്റ്റത്തിന് പറയുന്ന മറ്റൊരു പേരെന്താണ്? ദ വാസ്കുലർ സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ വാസ്കുലർ സിസ്റ്റത്തിന് പറയുന്ന മറ്റൊരു പേരാണ് സർക്കുലേറ്ററി സിസ്റ്റം. ഇനി 147ാമത്തെ പേജിലേക്ക് തന്നെ വരിക. അവിടെ ഇനി സസ്യങ്ങളുടെ വർഗീകരണം നടത്തിയിട്ടുണ്ട്. ആ കിങ്ഡം പ്ലാന്റയുടെ ഡിവിഷനുകളുടെ അതിനകത്ത് ഒന്നാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഏതാണ്? ആൽഗയെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആൽഗയെ കുറിച്ചുള്ള പഠനങ്ങളാണ് ഇവിടെ നടത്തുവാനായിട്ട് പോകുന്നത്. 211ാമത്തെ ചോദ്യം. ആൽഗെ ആർ എ ഗ്രൂപ്പ് ഓഫ് predominantly aquatic, photosynthetic and nucleus bearing organisms. What kind of organism is algae എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ഓർഗാനിസം ഈസ് ആൽഗെ, അല്ലെങ്കിൽ ആൽഗെ ഏത് തരത്തിലുള്ള ഓർഗാനിസം അല്ലെങ്കിൽ ജീവജാലമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ആൽഗേസ് ആർ എ ഗ്രൂപ്പ് ഓഫ് പ്രിഡോമിനൻ്റ്ലി, അതായത് ആൽഗെ എന്ന് പറയുന്നത് മുഖ്യമായിട്ടും പ്രിഡോമിനൻ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമായിട്ടും എന്താണ്? അക്വാട്ടിക്, അതായത് ജലത്തിൽ ജീവിക്കുന്ന, ഫോട്ടോസിന്തറ്റിക് ആഹാരം സ്വയം ഉണ്ടാക്കുന്ന, ന്യൂക്ലിയസ് ഉള്ള ജീവജാലങ്ങളെയാണ് എന്ന് വിളിക്കുന്നത്? ആൽഗെ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് ആൽഗെ ലാക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ്. വാട്ട് ഈസ് ദ ഡിഫറൻറ്റ് ഫ്രം ആൽഗെ ആൻഡ് എ ട്രീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ പ്ലാന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക ആൽഗെ ലാക്സ്, ആൽഗയ്ക്ക് ഇല്ല എന്താണ്? റൂട്ട്സ്, അതായത് വേരുകളില്ല. സ്റ്റെം, തണ്ടുകളില്ല. ലീവ്സ്, ഇലകളില്ല. അപ്പോൾ ആൽഗയ്ക്ക് വേരുകളില്ല, തണ്ടുകളില്ല, ഇലകളില്ല. ഓക്കെ, ഇനി 213ാമത്തെ ചോദ്യം. മോസ്റ്റ് ഓഫ് ദ ആൽഗെ ആർ അക്വാട്ടിക്, അതായത് സാധാരണ നമ്മൾ കാണപ്പെടുന്ന മിക്കവാറും എല്ലാ ആൽഗയും ജലത്തിലാണ് ജീവിക്കുന്നത്. ഓക്കെ, ഇനി 214ാമത്തെ ചോദ്യം. ദ ബോഡി ഓഫ് ആൽഗെ ഈസ് കോൾഡ് താലൂസ്, അതായത് ഈ ആൽഗയുടെ ബോഡിക്ക് പറയുന്ന പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആൽഗയുടെ ബോഡിക്ക് പറയുന്ന പേര് എന്താണ്? ബോഡിക്ക് പറയുന്ന പേരാണ് താലൂസ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു പുതിയൊരു വേർഡ് ഇവിടെ താലസ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ താലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഗയുടെ ബോഡിക്ക് പറയുന്ന പേരാണ്. ഓക്കെ, ഇനി 215ാമത്തെ ചോദ്യം. ദ ബോഡി ഓഫ് ആൽഗെ ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം, ലീഫ് ആസ് ഇൻ ഹയർ പ്ലാന്റ്സ്, അതായത് ഹയർ പ്ലാന്റും ആൽഗയും തമ്മിൽ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പ്ലാന്റ്സ് ആൻഡ് ആൽഗെ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ദ ബോഡി ഓഫ് ദ ആൽഗെ ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ്, അതായത് ആൽഗയുടെ ശരീരത്തെ വിഭജിച്ചിട്ടില്ല എന്ത്? ഇൻ ടു റൂട്ട്, സ്റ്റെം, ലീവ്സ് ആസ് ഇൻ ഹയർ പ്ലാന്റ്സ്, മറ്റുള്ള വലിയ ചെടികളിലെ പോലെ
ആൽഗയുടെ ശരീരത്തെ റൂട്ട് സ്റ്റേമും ലീഫുമായിട്ട് വിഭജിച്ചിട്ടില്ല എന്ന്. നിങ്ങൾക്കൊരു കാര്യം ഉണ്ടാവും, മോളിൽ പറഞ്ഞിരിക്കുന്ന ആൻസർ തന്നെയായിരിക്കും കീഴെ പറഞ്ഞിരിക്കുന്ന ആൻസറും, പക്ഷേ ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും ഈ ചോദ്യത്തിന് ഉത്തരങ്ങളായിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, 214ാമത്തെ ചോദ്യത്തിലേക്ക് ഒരു ആൽഗെ റീപ്രൊഡ്യൂസ് ത്രൂ സെക്സ്വൽ ആൻഡ് അസെക്സ്വൽ മോഡ്സ്. അതായത് ആൽഗെ എങ്ങനെയാണ് പ്രത്യുൽപാദനം നടത്തുന്നത്? സെക്സ്വലായിട്ട് പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്, അസെക്സ്വലായിട്ട് ലൈംഗികവുമായിട്ടും അവ പ്രത്യുൽപാദനം നടക്കുന്നുണ്ട്. ഇനി 217ാമത്തെ ചോദ്യം, വാസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെന്റ് ഇൻ ആൽഗെ. അതുപോലെ തന്നെ ആൽഗയിൽ എന്താണ് കാണപ്പെടാത്തത്? വാട്ട് കൈൻഡ് ഓഫ് ടിഷ്യൂസ് ആർ നോട്ട് സീൻ ഇൻ ആൽഗെ എന്ന് ചോദിച്ചാൽ വാസ്കുലർ ടിഷ്യൂസ് ആർ നോട്ട് സീൻ ഇൻ ആൽഗെ, അല്ലെങ്കിൽ ഡാഷ് ടിഷ്യൂസ് ആർ ആബ്സെന്റ് ഇൻ ആൽഗെ എന്ന് ചോദിച്ചാൽ വാസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെന്റ് ഇൻ ആൽഗെ എന്ന് പറയാവുന്നതാണ്. എക്സാമ്പിൾ ഫോർ ആൽഗെ ആർ, അതായത് ആൽഗയ്ക്ക് നമ്മളോട് പറയുകയാണ്, ആൽഗയ്ക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ ഏതൊക്കെയാണ്? സ്പെറോഗറ എന്ന് പറയുന്നത്, സർഗാസം എന്ന് പറയുന്നതും എന്താണ്? ആൽഗയ്ക്ക് നല്ല ഉദാഹരണങ്ങളാണ്. ഓക്കെ, സോ ദ എക്സാമ്പിൾ ഫോർ ആൽഗെ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം സ്പൈറോഗൈറ എന്ന് പറയുന്നതും അതുപോലെ തന്നെ സർഗാസം എന്ന് പറയുന്നതും ആൽഗയ്ക്ക് ഉത്തമമായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഓക്കെ, ആൽഗേസ് ആർ എ പ്ലാന്റ് സ്പീഷീസ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, വാട്ട് കൈൻഡ് ഓഫ് സ്പീഷീസ് ഈസ് ആൽഗെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ആൽഗേസ് ആർ പ്ലാന്റ് സ്പീഷീസ്, അതായത് വൃക്ഷങ്ങളുടെ അല്ലെങ്കിൽ ചെടികളുടെ ഒരു സ്പീഷീസ് ആണ് ആൽഗെ എന്ന് പറയുന്നത്. ഇനി 222ാമത്തെ ചോദ്യം, ഇൻ ആൽഗെ വി സി ബോത്ത് സെക്സ്വൽ ആൻഡ് അസെക്സ്വൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അതായത് ആൽഗയിൽ സെക്സ്വൽ വാട്ട് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ വി സി ഇൻ ആൽഗെ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ഇൻ ആൽഗെ വി സി സെക്സ്വൽ ആൻഡ് അസെക്സ്വൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽഗെ എന്നുള്ള ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ഏതാണ്? രണ്ടാമതായിട്ട് ബ്രയോഫൈറ്റ എന്ന് പറയുന്ന സസ്യജാലത്തിൻ്റെ സ്പീഷീസിനെ കുറിച്ചാണ് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇൻ മോസ്റ്റ്ലി ബ്രയോഫൈറ്റസ് ആർ ഫൗണ്ട് ഇൻ മോയിസ്റ്റ് സർഫേസ്. അതായത് ബ്രയോഫൈറ്റസിനെ സാധാരണയായി എവിടെയാണ് കാണപ്പെടുന്നത്? മോയിസ്റ്റ് സർഫേസ്. അതായത് മോയിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈർപ്പമുള്ള പ്രതലങ്ങളിലാണ് എന്തിനെ കാണപ്പെടുന്നത്? ബയോസൈഫറ്റസിനെ കാണപ്പെടുന്നത്. ഓക്കെ, ദ പാർട്സ് വി സി ഇൻ ബ്രയോഫൈറ്റ ആർ റൂട്ട്, സ്റ്റേം ആൻഡ് ലീഫ്. അതായത് ബ്രയോഫൈറ്റയിൽ മറ്റൊരു കാര്യങ്ങളും കൂടിയുണ്ട്. അവയിൽ കാണപ്പെടുന്ന പാർട്ടുകൾ ഏതൊക്കെയാണ്? റൂട്ട് കാണാം, സ്റ്റേം കാണാം, ആൻഡ് ലീഫ് കാണാം. അപ്പോൾ നമുക്ക് തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ബ്രയോഫൈറ്റ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ഇൻ ആൽഗെ റൂട്ട്സ്, സ്റ്റേം, ലീഫ് കാണപ്പെടുന്നില്ല. അതേസമയത്ത് ബ്രയോഫൈറ്റയിൽ റൂട്ട്, സ്റ്റേം ആൻഡ് ലീഫ് കാണപ്പെടുന്നു. ഓക്കെ, അടുത്തായിട്ട് 226ാമത്തെ ചോദ്യം, ഇൻ ബ്രയോഫൈറ്റ റീപ്രൊഡക്ഷൻ ഈസ് ഡൺ ത്രൂ ഗെയ്മേറ്റ്സ് ആൻഡ് സ്പോർട്സ്. അതായത് ബ്രയോഫൈറ്റയിൽ റീപ്രൊഡക്ഷൻ പ്രത്യുൽപാദനം നടക്കുന്ന എന്തൊക്കെ ഉപയോഗിച്ചാണ്? ഗെയ്മേറ്റ്സ് ഉപയോഗിച്ചും സ്പോർസ് ഉപയോഗിച്ചുമാണ്. ഇനി 227ാമത്തെ ചോദ്യം, സ്പോർ ഈസ് എ യൂണിറ്റ് ഓഫ് സെക്സ്വൽ ഓർ അസെക്സ്വൽ പ്രൊഡക്ഷൻ ദാറ്റ് മേ ബി അഡാപ്റ്റഡ് ഫോർ ഡിസ്പേഴ്സൽ ആൻഡ് ഫോർ സർവൈവൽ, ഓഫൺ ഫോർ എക്സ്റ്റെൻഡഡ് പീരിയഡ്സ് ഓഫ് ടൈം ഇൻ അൺഫേവറബിൾ കണ്ടീഷൻ. അതായത് സ്പോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് സെക്സ്വൽ, അതായത് ഓർ അസെക്സ്വൽ റീപ്രൊഡക്ഷൻ. അതായത് ഈ സ്പോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സ്വലി ആയിരിക്കാം അല്ലെങ്കിൽ അസെക്സ്വലി ആയിരിക്കാം. അത് ഒരു രീതിയിലുള്ള റീപ്രൊഡക്ഷൻ മെത്തേഡ് ദാറ്റ് മേ അഡാപ്റ്റഡ് ഫോർ ഡിസ്പേഴ്സൽ ആൻഡ് ഫോർ സർവൈവൽ. അതായത് എന്ത് ചെയ്യുന്നു? വളരെ പ്രയാസപ്പെട്ട രീതിയിലുള്ള കണ്ടീഷനുകളിലും എന്താണ് സർവൈവ് ചെയ്യുവാനായിട്ട്, ഓഫൺ ഫോർ എ എക്സ്റ്റെൻഡഡ് പീരീഡ് ഓഫ് ടൈം ഇൻ അൺഫേവറബിൾ കണ്ടീഷൻ. അതായത് ചില കണ്ടീഷനുകളിൽ അത് കുറേ നാളത്തേക്ക് നിലനിന്നുകൊണ്ട് റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒരു മെത്തേഡിനെയാണ് സ്പോർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കാണാൻ സാധിക്കും ചില പായലുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മഴ പെയ്യുമ്പോൾ പാറയുടെ പുറത്തൊക്കെ പായലുകൾ ഉണ്ടായി വരും. അത് കഴിഞ്ഞിട്ട് കുറേ നാളത്തേക്ക് പിന്നെ അത് ഒരനക്കവും ഇല്ലാണ്ട് കിടക്കും വെയിൽ കിടക്കുമ്പോൾ. അത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴാണോ മഴ പെയ്യുന്നത് ആ സമയത്ത് പെട്ടെന്ന് അവ വളർന്ന് പിന്നെയും കയറി വരുന്നത് കാണാം. അതായത് അതിൻ്റെ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്പോർ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് അവിടെ ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ടാണ്. ഇത് 228ാമത്തെ ചോദ്യം, വാസ്കുലർ ടിഷ്യൂസ് ആർ ആബ്സെന്റ് ഇൻ ബ്രയോഫൈറ്റ. അതായത് ഏത് തരത്തിലുള്ള ടിഷ്യൂസാണ് ബ്രയോഫൈറ്റയിൽ കാണപ്പെടാത്തത്? ബ്രയോഫൈറ്റയിൽ വാസ്കുലർ ടിഷ്യൂസിനെ കാണപ്പെടുന്നില്ല. ഓക്കെ, ഇനി എക്സാമ്പിൾസ് ഫോർ ബ്രയോഫൈറ്റ ആർ. അതായത് ഈ ബ്രയോഫൈറ്റയ്ക്ക് എക്സാമ്പിൾ ഏതെല്ലാമാണ്? റിക്സിയ എന്ന് പറയുന്നതും ഫ്യൂണേറിയ എന്ന് പറയുന്ന ചെടികളെല്ലാം എന്തിനാണ്? ബയോഫൈറ്റയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 230ാമത്തെ ചോദ്യം, മോസ്റ്റ്ലി ബ്രയോഫൈറ്റസ് ആർ ഫൗണ്ട് ഓൺ മോയിസ്റ്റ് സർഫേസ്. അതായത് സാധാരണയായിട്ട് മോയിസ്റ്റ് സർഫേസിലാണ് ബ്രയോഫൈറ്റസിനെ കാണപ്പെടുന്നത്. ദ പാർട്സ് വി സി ഇൻ ബ്രയോഫൈറ്റസ് ആർ റൂട്ട്, സ്റ്റേം ആൻഡ് ലീവ്സ്. അതായത് ബ്രയോഫൈറ്റയുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ ഏതെല്ലാമാണ്? റൂട്ട്സ്, സ്റ്റേം ആൻഡ് ലീഫ്. അതായത് വേരുകളും അതുപോലെ തന്നെ തണ്ടുകളും അതുപോലെ തന്നെ ഇലകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നൗ വി വിൽ ഗോ ടു അനദർ വീഡിയോ.